ഈരാറ്റുപേട്ട നഗരസഭ UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഭക്ഷ്യകിറ്റുകൾ കണ്ടെത്തി. 19 വാർഡ് മറ്റക്കാട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി EP സാജിദ് ഇഞ്ചക്കാട്ടിലെ ഇലക്ഷൻ പ്രചരണ ഓഫീസിലാണ് കിറ്റ് കണ്ടെത്തിയത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ നൽകുന്നതിനായി സൂക്ഷിച്ചിരുന്ന കിറ്റുകളാണെന്ന് ആക്ഷേപമുയർന്നതോടെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിങ്ങൾക്ക് നമ്മുടെ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ ഈ പണമായിട്ടോ പാരിതോഷികമായിട്ടോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏജന്റ് പോയി വോട്ടറെ സ്വാധീനിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പെരുമാറ്റച്ചട്ടത്തിന് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ജില്ലാ MCC വയലേഷൻസ് കോഡ്. അത് ഈ കോഴിക്കോട് മലപ്പുറം സൈഡുകളിൽ ഇന്നലെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കിറ്റുകൾ പിടികൂടിയിട്ടുണ്ട്. അതിന് പല ചാനലുകളിൽ വന്ന ഡീറ്റെയിൽസ് എൻ്റെ ഇരിപ്പുണ്ട്. അതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇരിക്കുന്നത്. ഈ റൂമിനകത്ത് അവരുടെ ചിഹ്നം പതിപ്പിച്ച തൊപ്പി ഇരിപ്പുണ്ട്. അത് തന്നെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ശരിക്കും ഈ ഏജന്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരാതിപ്പെടാം. പരാതിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ജില്ലാതലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ പരാതി ഇവിടെ ഇങ്ങനെ ഇവരുടെ കമ്മിറ്റി ഓഫീസ് അതും ഇതിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിനും ഇതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. കിറ്റ് നൽകി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ സാജു പറഞ്ഞു. ARO അരുണും ഈരാറ്റുപേട്ട പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 19 വാർഡിലെ സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രമാണിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് നാട്ടുകാർ കണ്ടുകൂടി പിടികൂടി LDF പ്രവർത്തകരെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട LDF പ്രവർത്തകർ അത് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയുമാണ്. അതിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇത് അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് അവരോട് ഇത് കസ്റ്റഡിയിലെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ തവണത്തെ എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലാണ് ഇവരിവിടെ വോട്ട് പിടിക്കുന്നത്. ഈ ആശ്രിത കിറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അട്ടിമറിച്ചതിന് ശേഷം ഇലക്ഷൻ ആകുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള കിറ്റുകളുമായിട്ട് ഇറങ്ങി വോട്ടർമാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്.